വി സി വുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. ജൂറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും കൂടെ ചെയ്യുക. സോ ജുറാസിക് വേൾഡ് ഇത് റീബർത്ത്, നമ്മളുടെ ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിൽ നിന്നൊരു റീബൂട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇതിനു മുമ്പ് വന്ന ജുറാസിക് വേൾഡ് ട്രയോളജിയുടെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സോ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിനോസേഴ്സിൽ നമ്മുടെ നാട്ടിലേക്ക് വരികയും നാട്ടിലുള്ള പല മ്യൂസിയംസ് ഇപ്പോൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡിനോസേഴ്സ് ആൾക്കാർക്കൊരു എന്താ പറയുക, സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയായിട്ട് മാറിക്കഴിഞ്ഞു. സോ ആൾക്കാർ ക്യൂരിയസ് അല്ല. അതുമാത്രമല്ല, ഡിനോസേഴ്സ് ഇപ്പോൾ അവരോട് ജീവിക്കുന്നുമുണ്ട്. ചിലയിടത്തൊക്കെ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്. സോ ഈ ഒരു സമയത്ത് ഒരു കമ്പനി 3 ഡിനോസേഴ്സിൻ്റെ ഒരു ബ്ലഡ് സാമ്പിൾ ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, അതായത് ഹാർട്ട് പ്രോബ്ലംസ് ക്യൂർ ചെയ്യാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. സോ അതിനുവേണ്ടി ഒരു റിസർച്ചറിനെയും അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കാർലറ്റ് ജൊഹാൻസൺ, മഹേർഷാ അലി പോലുള്ള ഒരു മേഴ്സണറി ടീം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ടീമിനെ ചെയ്തിട്ട് നിരോധിക്കപ്പെട്ട ഐലൻഡ്, അതായത് ഡിനോസേഴ്സിനൊന്നും തന്നെ നമ്മളുടെ എർത്തിൻ്റെ ക്ലൈമറ്റ് ശരിയാവുന്നില്ല. എല്ലാ ഡിനോസേഴ്സും കുറച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്വേറ്റർ ഭാഗത്ത് 2-3 ഐലൻഡിൽ മാത്രം കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുക ക്ലൈമറ്റ് ഉണ്ട്. അവിടെ മാത്രം ചില ഡിനോസേഴ്സ് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ പോയി വെള്ളത്തിലുള്ള ഡിനോസർ, പറക്കുന്ന ഡിനോസർ, പിന്നെ നമ്മളെ ഹെർബിവോറസ് ആയിരുന്ന വലിയ ഡിനോസർ, ഇതിൻ്റെ 3ൻ്റെയും ബ്ലഡ് വേണം. ബ്ലഡ് അല്ലെങ്കിൽ അതിൻ്റെ DNA വേണം. അത് വെച്ചൊരു മരുന്നുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. സോ ബേസിക്കലി ഇതാണ് സ്റ്റോറി. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഡിനോസേഴ്സും നല്ല ക്യാമിയോസ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ഡിനോസേഴ്സിൻ്റെയൊക്കെ ഡേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഡിനോസേഴ്സ് എക്സ്ട്രാ എമൗണ്ട് ചോദിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ മോസോസറസ് വന്നൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്, സ്പൈനോസറസ് ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. ഒരു ക്യാമിയോ ചെയ്തുകൊണ്ട് അവർക്കൊരു 5 സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മോസോസറസ് ഇതിനു മുമ്പുള്ള ജുറാസിക് വേൾഡ് വന്ന് കുറച്ച് ഫേമസ് ആയി. അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ അത് വളരെ കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കൊരു സ്പൈനോസറസ് ഇരട്ടി എമൗണ്ട് ചോദിച്ചു തോന്നുന്നു ഇവരുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ബാക്കിലെ ഫിന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ സ്പൈനോസറസിൻ്റെ ബാക്കിലുള്ള മുതുകു തണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ബാഗിൽ കൂടെ വന്നിട്ട് ആരും കാണാതെ ഒരു പെണ്ണിനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ പുള്ളി എമൗണ്ട് കുറച്ച് കൂടുതൽ ചോദിച്ചുകൊണ്ട് ഇൻഡസ്ട്രിക്കാർ പറഞ്ഞാണ്, ഇല്ല എനിക്ക് താല്പര്യമില്ല, ഇത്രേ സീനേ ഉള്ളൂ ചെയ്തിട്ട് പോകാൻ പറഞ്ഞാണ് വിചാരിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ പറക്കുന്ന ഡിനോസേഴ്സ്, ഇതിനു മുമ്പുള്ള ഫ്രാഞ്ചൈസീസിലും ഈ പറക്കുന്ന ഡിനോസേഴ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഫോക്കസ് ചെയ്തൊരു സീൻ വെച്ചിട്ടുണ്ടാവില്ല, കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ അതിനൊരു പരാതി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കാണും, ഞാൻ ഇത്ര വർഷമായിട്ട് ഈ ഫ്രാഞ്ചൈസി ഉള്ളതല്ലേ, എനിക്കൊരു മുഴുനീളം ഒരു 5 സീക്വൻസ് ആയിരുന്നു പറഞ്ഞതുകൊണ്ട് അതിനുവേണ്ടി ഒരു ക്ലിഫിൽ ഒരു 5 സീക്വൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അതൊരു ടീറക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ടീറക്സ് ഇല്ലാതെ ഒരു ജുറാസിക് വേൾഡ് സിനിമ സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടീറക്സ് വരുന്നുണ്ട്. ടീറക്സിനും ഒരു 5 സീക്വൻസ്, ഒരു പുഴയിലുള്ള ഒരു 5 സീക്വൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനും എനിക്ക് തോന്നുന്നു എന്താ പറയുക, അത്ര വലിയൊരു എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. പിന്നെ 2-3 ഡിനോസേഴ്സ് കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ചെറിയ എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ വന്ന് പോകുന്നുണ്ട്. പിന്നെ ഡീറക്സ് എന്നൊരു ഡിനോസറിനെ വെച്ചാണ് ഒരു മാർക്കറ്റിംഗ് എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഒരു സയൻസ് എക്സ്പെരിമെൻ്റൽ ഡിനോസർ ഫെയിലിയറായി പോവുകയും എന്താ പറയുക, നമ്മളുടെ ഇൻറ്റോമസ് റെക്സിനെക്കാട്ടിലും ഒരിരട്ടിക്കോളം വലിയ സംഭവമാണ്. അതൊരു പുതിയ ആക്ടർ പുതുതായിട്ട് അഭിനയിക്കുന്ന ഡിനോസർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൈ ആണത്. സിനിമ തുടങ്ങുന്നതിൻ്റെ കുറച്ച് നേരവും പിന്നെ ക്ലൈമാക്സ് ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ. മേ ബി അതൊരു പുതിയൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, പുതിയൊരു ഡിനോസർ ആണല്ലോ, അപ്പോൾ അതിനൊരു ഷൈനസ് കാണും. അപ്പോൾ അതിന് വേണ്ടി അതിനൊരു അവസാന ഭാഗത്തേക്ക് മാത്രം കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. കൊടുത്ത റോള് വളരെ നന്നായിട്ട് തന്നെ അത് പേടിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും കാണാൻ തന്നെ. വളരെ നന്നായിട്ട് തന്നെ ആ കൊടുത്ത ക്യാമിയോ റോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ അങ്ങനെ കുറച്ച് ഡിനോസേഴ്സ് ക്യാമിയോസ് ഒക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്. ഡിനോസേഴ്സിനെ കാണിച്ച ഭാഗത്തൊക്കെ പടം കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ എന്തൊക്കെ പറയുന്നുണ്ട്, അത് അവർക്ക് തന്നെ അറിയാം അവരെന്താ പറയുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് എന്തൊക്കെ ഡ്രാമയുണ്ടെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. ഈ കഥാപാത്രമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇതിനു മുമ്പ് വന്ന കഥാപാത്രങ്ങളൊന്നും ഈ സിനിമയ്ക്കതില്ല, പുതിയ കഥാപാത്രങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. പിന്നെ ഒരു ഫാമിലി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടേ, സിനിമ കാണാൻ നേരത്തെ ഇവരെങ്ങനെ രക്ഷപ്പെടണേ നമുക്ക് തോന്നണ്ടേ. അങ്ങനെ തോന്നിക്കാൻ വേണ്ടി ഒരു ഫാമിലി, ഒരു അച്ഛൻ, 2 മക്കൾ, ഒരു കുട്ടിയുടെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാമിലി വരുന്നുണ്ട്. പിന്നെ ഒരു കൊച്ചു ഡിനോസറിനെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് കുട്ടിയുണ്ട്, അവൻ ഈ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരിക്കും. അപ്പോൾ ആ ഡിനോസറിനെ, ഒരു കൊച്ചു ഡിനോസറിനെ ഒരു ബാഗ് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്തിനാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരു അപ്പിയറൻസിന് വരാൻ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വയസ്സായി, ഞങ്ങൾ ഒരുപാട് കാര്യം ഫ്രാഞ്ചൈസി ഉണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, എനിക്കൊരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ ഇതിലൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് യാ ഓഫ് കോഴ്സ് ഇതാണ് സിനിമ ബേസിക്കലി എനിക്ക് തോന്നിയത്. കാണാൻ തോന്നുന്നു വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ പോയിരുന്ന് കാണുക. പിന്നെ സ്പെഷ്യലായിട്ടൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം പറ്റി കാണാം. അതുവരേക്കും വിഷ്ണുചന്ദ്രൻ സൈനിങ് ഓഫ്.